സ്കീം 2025 ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് കേട്ടോ. നമ്മൾ 2025 എഞ്ചിനീയറിംഗിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനായിട്ട് +2 മാർക്ക് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീണ്ടും ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഇനി ഒരു വെരിഫിക്കേഷൻ ടൈം വരും. ആ ഒരു ടൈമിൽ ഇനി മിസ്റ്റേക്ക് പറ്റിയവർക്കൊക്കെ തിരുത്താനുള്ള ഒരു ടൈം കൂടിയാണെന്നുള്ളത്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്തപ്പോൾ കറക്റ്റ് മാർക്കാണ്, ഉറപ്പാണ്, മിസ്റ്റേക്ക് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്ന് ചെയ്തു കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾക്ക് ഇതിന് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞേക്കണം 10/6/2025 6 മണി വരെ ഉള്ളൂ കേട്ടോ. അതിനുള്ളിൽ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ അവിടെ +2 മാർക്ക് വെരിഫിക്കേഷൻ ഫോർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടൊരു മെനു കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ അതിൽ നോക്കുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കാണിക്കുക? അവിടെ നിങ്ങളുടെ +2-ന് PCM-ൻ്റെ ഫിസിക്സ് കെമിസ്ട്രി മാത്സിൻ്റെ മാർക്ക് അവിടെ കാണിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ടോട്ടൽ മാർക്ക് കാണിച്ചിട്ടുണ്ടാവും. നിങ്ങൾ പഠിച്ച അല്ലെങ്കിൽ ഇപ്പോൾ +2 ചെയ്ത ബോർഡ് ഏതാണെന്ന് അവിടെ കാണിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ പാസ്സായ വർഷം, ഇപ്പോൾ ഈ വർഷം പാസ്സായവരാണെങ്കിൽ 2025 കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലുള്ള പോലെയാണോ എന്ന് ദയവായിട്ട് സർട്ടിഫിക്കറ്റ് എടുത്ത് വെച്ചിട്ടൊന്ന് നോക്കുക. ഓക്കെ, നിങ്ങൾ അവിടെ കാണുന്ന മാർക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലെ കാര്യങ്ങളും, മാർക്കാണെങ്കിലും ഇയർ ഓഫ് പാസിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ മാർക്കാണെങ്കിലും ഒക്കെ ബോർഡാണെങ്കിലും ഒക്കെ സർട്ടിഫിക്കറ്റിലുള്ള പോലെ തന്നെയാണ്. ഒരു വ്യത്യാസം ഇല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോന്നിൻ്റെയും നേരെ നോ ചേഞ്ച്. ഇപ്പോൾ PCM-ൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇതിന് ഓരോന്നിനും നേരെ നോ ചേഞ്ച് എന്നുള്ള ബട്ടൺ മേ ബി കണ്ടേക്കാം. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾ ചേഞ്ച് ആവശ്യമില്ല എങ്കിൽ നോ ചേഞ്ച് കൊടുത്തിട്ട് വെരിഫൈഡ് ആൻഡ് ഫൗണ്ട് കറക്റ്റ് എന്നുള്ളത് കൊടുക്കുക. മനസ്സിലാവണ്ടല്ലോ? അതായത് എങ്ങനെയുള്ളവരാണ്? നിങ്ങളുടെ മാർക്കും അതിൽ കാണിക്കുന്ന മാർക്കും കറക്റ്റാണ് എന്നുണ്ടെങ്കിൽ വെരിഫൈഡ് ആൻഡ് ഫൗണ്ട് കറക്റ്റ്, നോ ചേഞ്ച് കൊടുക്കണം. അതുപോലെ തന്നെ വെരിഫൈഡ് ആൻഡ് ഫൗണ്ട് കറക്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് അത് ഉറപ്പാണ്. ഓക്കെ, ഞാൻ വെരിഫൈ ചെയ്തു, ഓക്കെ, ഞാൻ നോക്കിയപ്പോൾ അത് കറക്റ്റാണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ഈ മാർക്കിൽ ഏതെങ്കിലും ഒരു കാര്യം, നിങ്ങളുടെ PCM-ലെ ഫിസിക്സിൻ്റെ മാർക്കോ അല്ലെങ്കിൽ കെമിസ്ട്രിയുടെ മാർക്കോ അല്ലെങ്കിൽ ഇയർ ഓഫ് പാസിംഗ് തെറ്റിപ്പോയി എന്ന് കുറേ പേര് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളവരോ അതല്ലെങ്കിൽ ബോർഡ് തെറ്റിപ്പോയവരോ ആരാണെങ്കിലും ഏതാണോ തെറ്റിപ്പോയേക്കണേ അവിടെ നിങ്ങൾ ചേഞ്ച് റിക്വയർഡ് എന്ന് കൊടുക്കുക. മിസ്റ്റേക്ക് ഒന്നും ഇല്ലാത്തതിൻ്റെ നേരെ നോ ചേഞ്ച് എന്നുള്ളതും കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ എക്സാമ്പിളായിട്ട് ഫിസിക്സ് കെമിസ്ട്രി മാർക്കിൽ നിങ്ങളുടെ ഫിസിക്സിൻ്റെ മാർക്ക് നിങ്ങൾ കൊടുത്തത് തെറ്റിപ്പോയി, അല്ലെങ്കിൽ ഇയർ ഓഫ് പാസിംഗ് നിങ്ങൾ കൊടുത്തത് തെറ്റിപ്പോയി. അപ്പോൾ നിങ്ങൾ ഏതാണോ തെറ്റിപ്പോയത് അവിടെ ചേഞ്ച് റിക്വയർഡ് എന്ന് കൊടുക്കുക. ഇനി ഒന്നും തെറ്റുകളില്ലാത്തതിൻ്റെ സ്ഥലത്ത് നോ ചേഞ്ച് എന്നും കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വെരിഫൈഡ് ആൻഡ് ഫൗണ്ട് മിസ്മാച്ച്, അതായത് ഞാൻ വെരിഫൈ ചെയ്തപ്പോൾ അത് മിസ്മാച്ചാണ് കാണിക്കണേ എന്നുള്ളതാണ് നിങ്ങൾ പറയണത്. അതാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. എന്തെങ്കിലും നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലും പ്രൊഫൈലിലും കാണുന്നത് തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇനി നിങ്ങളത് തിരുത്തലുകൾ, അതായത് നിങ്ങളിപ്പോൾ ഏതെങ്കിലും കാര്യങ്ങൾ തിരുത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രൂവ് ചെയ്യണം അല്ലേ? അപ്പോൾ അതിനെ സാധൂകരിക്കുന്ന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റ് നിങ്ങൾ എന്താവണം? PDF ആയിട്ട് അവിടെ ക്ലിയർ ആയിട്ട് PDF ആയിട്ട് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അത് നിങ്ങൾ മെയിലൊന്നും അയക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അവിടെ ഒരു സ്ഥലം തന്നിട്ടുണ്ടാവും തെറ്റുകളോ, അതായത് ഞാൻ പറയുന്ന കാര്യം ശരിയാണെന്ന് പ്രൂഫ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയാണ് നിങ്ങളോട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ഓക്കെ ആയിട്ട് നോ ചേഞ്ചും അതുപോലെ തന്നെ വെരിഫൈഡ് ആൻഡ് ഫൗണ്ട് കറക്റ്റ് കൊടുത്തവർ സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഏതെങ്കിലും മാർക്ക് അവിടെ തെറ്റ് കണ്ടിട്ട് വെരിഫൈഡ് ആൻഡ് ഫൗണ്ട് മിസ്മാച്ച് കൊടുത്തവരാണ് അതിന് ഓക്കെയാണ്, ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് സ്ഥിരീകരിക്കാനായിട്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ നേരത്തെ സമയം തന്നപ്പോൾ നിങ്ങൾ കൊടുത്ത മാർക്കിൽ അവിടെ കാണുന്നില്ല. ചിലവരുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാട്ടോ, ഞാൻ ഈ പറയണ കാര്യങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ വന്ന് ചോദിച്ചേക്കണ കാണാം. അതുകൊണ്ടാണ് പറയണത്, നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവിടെ മാർക്കേ ഉണ്ടാവില്ല. മനസ്സിലാവണ്ടോ? അപ്പോൾ അങ്ങനെ മാർക്കുകളൊന്നും ഇല്ലാത്തവരെന്ത് ചെയ്യണം? മാർക്ക് എൻ്റർ ചെയ്ത് കൊടുക്കണം. മനസ്സിലാവണ്ടല്ലോ? അപ്പോൾ എന്നിട്ട് നിങ്ങൾ ആ ഒരു PDF മാർക്ക് ലിസ്റ്റിൻ്റെ PDF അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത മാർക്ക് ഉണ്ടല്ലോ, ഇപ്പോൾ അവിടെ കാണുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ അവിടെ കൊടുത്ത മാർക്ക് അവരുടെ ഡേറ്റയിലുണ്ടാവും. അത് മാർക്കായിട്ട് പരിഗണിച്ചിട്ട് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതാണ് കേട്ടോ.
അപ്പോൾ ഇത്തരം അതുപോലെ തന്നെ ഇങ്ങനെ മിസ്മാച്ച് കണ്ടാൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതാണെങ്കിൽ പോലും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കിട്ടുമ്പോൾ അത് നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്ത് കിട്ടില്ല, നിങ്ങളുടെ റാങ്ക് അതിലുണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് വിത്ത് ഹെൽഡ് വെച്ച് കാണിച്ചിട്ടുണ്ടാവും. അത് നിങ്ങളുടെ ഇപ്പോൾ ടോട്ടൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അവിടെ വിത്ത് ഹെൽഡ് എന്ന് വെച്ച് കാണിച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ റാങ്ക് പബ്ലിഷ് ചെയ്ത് കിട്ടൂല. അപ്പോൾ തെറ്റിപ്പോയവരെ ഓർക്കുക, ചിലപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങളുടെ മാർക്ക് അവിടെ കാണിച്ചിട്ടുണ്ടാവില്ല. ആ മാർക്ക് നിങ്ങൾ സാധൂകരിക്കുന്ന അവിടെ എൻ്റർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ മാർക്ക് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് കറക്റ്റായിട്ട് ഒരു PDF ക്ലിയർ ആയിട്ട് അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് എനിക്കറിയില്ല നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് എന്താണ് മാർക്ക് കൂടി വരുമോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് 2 സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ ഒറ്റ PDF ആയിട്ടാണ് അവിടെ അപ്ലോഡ് ചെയ്യേണ്ടത് കേട്ടോ. രണ്ടും കൂടി മെർജ് ചെയ്ത് ആദ്യത്തെ മാർക്ക് ലിസ്റ്റും ഇപ്പോൾ മാർക്ക് ഏതെങ്കിലും കാരണവശാൽ കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു മാർക്ക് ലിസ്റ്റും കൂടി മെർജ് ചെയ്തിട്ട് ഒറ്റ PDF ആക്കിയിട്ടാണ് അവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ 10/6/2025 വൈകിട്ട് 6 മണിക്കുള്ളിൽ നിങ്ങൾ ഈ ഒരു മാർക്ക് അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി അതിനടുത്തുള്ള ദിവസങ്ങളിൽ നമുക്ക് വരുന്നതാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, അതിവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നിലേറെ രേഖകൾ ഉണ്ടെങ്കിൽ അത് സ്കാൻ ചെയ്ത് ഒരു PDF ആക്കിയിട്ടാണ് അവിടെ അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ളത് കാര്യം ഓർക്കുക. ഇനി നിങ്ങൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും മാർക്കിലൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യുമ്പോൾ അഡ്മിഷൻ ചെല്ലുന്ന സമയത്ത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ മാർക്കും നിങ്ങൾ കൊടുത്ത മാർക്കും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും എങ്കിൽ, അതായത് അവിടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ചെയ്യാനിരിക്കുന്ന സാർമാരുടെ കയ്യിൽ നിങ്ങൾ കൊടുത്തേക്കണ ഡേറ്റയുടെ ഒരു പ്രിൻ്റ് ഔട്ട് ഉണ്ടാവും. സോ അവർ ആ മാർക്കും നിങ്ങൾ കൊണ്ടുവരുന്ന സർട്ടിഫിക്കറ്റിലെ മാർക്കും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസലായി പോകും. കാരണം നിങ്ങൾ കൊടുത്ത മാർക്ക് വിശ്വസിച്ചിട്ടാണ് റാങ്ക് ലിസ്റ്റ് തന്നേക്കണത്. അപ്പോൾ ആ മാർക്കല്ല അപ്പോൾ നമ്മുടെ ഡേറ്റയിലുള്ളത് എന്ന് കാണുമ്പോൾ ആ റാങ്ക് ലിസ്റ്റ് അതായത് റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ആ റാങ്കിന് അർഹരല്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസലായി പോകും. സോ നിങ്ങൾ മാർക്ക് ശ്രദ്ധിച്ച് കൊടുക്കുക. ഒരു കാര്യം കൂടി പറയുകയാണ്, മാർക്ക് ആദ്യം എൻ്റർ ചെയ്തപ്പോൾ തെറ്റുകൾ വരുത്തിയേക്കണ കുട്ടികളുടെ മാർക്ക് മേ ബി പ്രൊഫൈലിൽ ആദ്യം പറഞ്ഞ പോലെ കാണിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അവർ മാർക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾക്കേ അറിയുള്ളൂ. സോ അത് എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് അതിനെ സാധൂകരിക്കുന്ന PDF നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. ഒന്നിലധികം PDFകൾ ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് രണ്ടും കൂടി മെർജ് ചെയ്ത് ഒറ്റ PDF ആക്കിയിട്ട്, കാരണം അവിടെ ഒരു സ്ഥലം ഉണ്ടാവുള്ളൂ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ, ഒറ്റ PDF ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാനും ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ, സ്റ്റേ ബെസ്റ്റ്. താങ്ക് യു.